സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നടൻ സന്തോഷ് കെ നായർ മരിച്ചു. അപകടത്തെ തുടർന്ന് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടമായിരുന്നു അവസാന സിനിമ. അപകടത്തിൽ ഭാര്യയ്ക്ക് പരിക്കേറ്റു. ഇവരുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സന്തോഷ് 100-ലധികം സിനിമകളിലാണ് അദ്ദേഹം വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ വേഷങ്ങളിലൂടെയും മലയാളികൾക്ക് ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഒരു നടൻ തന്നെയായിരുന്നു. എപ്പോഴായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്? മറ്റു വിവരങ്ങളും KP അശ്വതി ഇന്ന് രാവിലെ 6:30 മണിയോട് കൂടിയിട്ടായിരുന്നു പത്തനംതിട്ട അടൂരിൽ ഏനാത്ത് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ട് ഈ വാഹനാപകടം സംഭവിച്ചത്. ഈ ചലച്ചിത്ര താരം സന്തോഷ് കെ നായരും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജലക്ഷ്മിയും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇന്നോവ കാറിലായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. കോട്ടയം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇവിടെ വെച്ച് ഏനാത്ത് വെച്ച് അപകടം സംഭവിച്ചത്. ഈ എതിരെ വന്ന ഒരു പാഴ്സൽ ട്രക്കുമായിട്ടാണ് ഇവരുടെ ഇന്നോവ കാർ കൂട്ടിയിടിച്ച് അപകടമുണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാവിലെ 6:30 മണിക്കായിരുന്നു അപകടം നടന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡ്രൈവർ, അതായത് ഇദ്ദേഹം തന്നെയായിരുന്നു, സന്തോഷ് കെ നായർ തന്നെയായിരുന്നു ആ കാർ ഓടിച്ചിരുന്നത്. അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ അടക്കം ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ അപകടത്തിനുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 66 വയസ്സായിരുന്നു. ഇതിനോടകം തന്നെ 100-ലധികം മലയാള ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. അത് വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ തന്നെ, ഹാസ്യ നടനായിട്ടും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത ഒരു നടൻ കൂടിയിട്ടായിരുന്നു, ചലച്ചിത്ര താരം കൂടിയിട്ടായിരുന്നു സന്തോഷ് കെ നായർ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു. ഈ അപകടം നടന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെയും ഭാര്യയെയും അടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഭാര്യ രാജലക്ഷ്മിക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരിപ്പോഴും അടൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം, സന്തോഷ് കെ നായരുടെ മൃതദേഹവും അടൂരിലെ ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കി തുടർ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ സമീപകാലങ്ങളിൽ പോലും വളരെ സജീവമായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് സന്തോഷ് കെ നായർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം എന്ന് പറയുന്ന ചിത്രമാണ്. അതുകൂടാതെ 100-ലധികം ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. ചലച്ചിത്രങ്ങളിൽ മാത്രമല്ല, സീരിയൽ താരമായിട്ട് ടെലിവിഷനിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയിട്ടാണ്, ഒരു നടൻ കൂടിയിട്ടാണ് സന്തോഷ് കെ നായർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കും ഒപ്പം അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള വലിയ നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടായിരുന്നു, ദേശീയതയ്ക്കൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടായിരുന്നു സന്തോഷ് കെ നായർ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം തീർച്ചയായിട്ടും സാംസ്കാരിക മേഖലയ്ക്ക് വലിയൊരു നികത്താൻ സാധിക്കാത്തൊരു വിടവായി തന്നെ അവശേഷിക്കും. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ പറഞ്ഞതുപോലെ തന്നെ 100-ലധികം സിനിമകളിൽ, അത് ചെറുതും വലുതുമായ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അത്രത്തോളം മികവോടെ അഭിനയിച്ച് ഫലിപ്പിക്കുമെന്നാണ്. വില്ലനായി കഴിഞ്ഞാലും, സ്വഭാവ നടനായി കഴിഞ്ഞാലും, സഹനടനായി കഴിഞ്ഞാലും, ഏറ്റവും ഒടുവിൽ തമാശ ഹാസ്യ വേഷങ്ങളിലൂടെ അദ്ദേഹം ചെയ്തതെല്ലാം അനശ്വരമാക്കിയത്, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അഭിനേതാവാണ്. ഇപ്പോൾ ആറാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സിനിമകളുണ്ട്, മോഹിനിയാട്ടം ആയിക്കോട്ടെ, മോഹൻലാലിന്റെ 20-ാം നൂറ്റാണ്ടായിക്കോട്ടെ, അങ്ങനെ എത്ര സിനിമകളിലാണ് അദ്ദേഹം തന്റെ വേഷം, കാര്യസ്ഥൻ സിനിമ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പലപ്പോഴും വിസ്മയിപ്പിച്ചത് പരിക്കൻ വേഷങ്ങളിലൂടെ വന്ന അദ്ദേഹം ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുമ്പോൾ, അതെ ആ ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുമ്പോൾ ആ വില്ലൻ തന്നെയാണോ ഇത് എന്ന് നമ്മൾ അതിശയിച്ചു പോകും. അങ്ങനെ ആ ഒരു പകർന്നാട്ടം അത്രത്തോളം മികവാർന്ന് അഭിനയിച്ച് ഫലിപ്പിച്ച ദിലീപിന്റെ റൺവേ സിനിമയും അതുപോലെ കൊച്ചി രാജാവിലും ഒക്കെ മികച്ച വേഷങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്.